ബേലൂർ മഗ്ന എന്ന ആനയെ മയക്കുവെടി വെക്കാൻ കർണാടകയുമായി ചേർന്ന് ജോയിന്റ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ ഇതാ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. ഉൾക്കാട്ടിൽ കയറി ആനയെ മയക്കുവെടി വെക്കാൻ കഴിയില്ല. ആന വയനാട്ടിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമെന്ന് ഉറപ്പായാൽ ഉചിതമായ സ്ഥലത്ത് മയക്കുവെടി വെക്കാമെന്നാണ് കോടതി. എന്നാൽ ആനയെ വെടിവെച്ച് കൊല്ലാനാകില്ലെന്നും കോടതി വ്യക്തമാക്കുകയാണ്. ബിനിൽ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ ബിനിൽ, ഇത് തന്നെയാണ് ആളുകൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ഈ ആനയെ മയക്കുവെടി വെക്കുക എന്നുൾപ്പെടെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ആനയെ കൊല്ലണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ പറയുന്നു. പക്ഷേ ഇവിടെ കോടതി കൃത്യമായിട്ട് കർണാടകയുമായി ചേർന്നൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുകയാണ്. അത് എങ്ങനെയാണ് ആ പ്ലാനിനെ പറ്റിയുള്ള കോടതിയുടെ വിശദീകരണം? കോടതി ഏത് തരത്തിൽ അത് നടപ്പിലാക്കണമെന്നാണ് പറയുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ 10 ദിവസത്തിലേറെയായി ഓപ്പറേഷൻ മഗ്ന, അതായത് ഈ ആനയെ പിടികൂടാൻ, ബേലൂർ മഗ്നയെ പിടികൂടാൻ കഴിയാതെ വനം വകുപ്പ് ചുറ്റിത്തിരിയുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് കർണാടക വനം വകുപ്പുമായി ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് ആക്ഷൻ പ്ലാൻ ഇക്കാര്യത്തിൽ തയ്യാറാക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഈ ആന കേരള വനാതിർത്തിയിലേക്കും കർണാടക വനാതിർത്തിയിലേക്കും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ ആനയെ പിടികൂടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സവും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഈ 2 സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന ഒരു ഉറപ്പ് വന്നാൽ അതിനെ ഉചിതമായ സ്ഥലത്ത് വെച്ച് മയക്കുവെടി വയ്ക്കാൻ നിർദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഓപ്പറേഷന് ചില തടസ്സങ്ങളുണ്ട് എന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ഉൾക്കാട്ടിലേക്ക് കടന്ന് ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയില്ല, അതിന് നിയമം അനുവദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരള വനം വകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള വനം വകുപ്പ് മേധാവിയുടെ ഉത്തരവുണ്ട്. പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത്, കർണാടക വനാതിർത്തിയിലേക്ക് ഈ ആന നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആനയെ പിടികൂടാൻ കഴിയില്ല, അതിന് നിയമപരമായി കഴിയില്ല. അതുകൊണ്ടാണ് കോടതി ഈ 2 വനം വകുപ്പുകളും ചേർന്നൊരു ജോയിന്റ് ആക്ഷൻ പ്ലാൻ ഇക്കാര്യത്തിൽ രൂപീകരിക്കാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ആന ജനവാസ മേഖലയിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പായാൽ, അത് ഏത് ഘട്ടത്തിൽ ബോധ്യപ്പെട്ടാലും ഏറ്റവും ഉചിതമായ സ്ഥലത്ത് വെച്ച് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയും. ആ ഒരു നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ വനം ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്, ഈ ബേലൂർ മഗ്ന ആളെ കൊല്ലിയായ ഘട്ടത്തിൽ വയനാട്ടിൽ വലിയ പ്രക്ഷോഭം ഉയർന്നു വരികയും ജില്ലാ കളക്ടറോട് ആനയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടണമെന്ന ആവശ്യം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരികയൊക്കെ ചെയ്തിരുന്നു. അത് കോടതിയിൽ ഈ സിറ്റിംഗ് നടന്ന വേളയിൽ വയനാട് കളക്ടർ തന്നെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇങ്ങനെയാണ് ജനങ്ങൾ പറയുന്നത്, ആനയെ CRPC 133 പ്രകാരം വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ ഒരു കാര്യം കളക്ടർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആ നിയമം വിശദമായി കോടതി പരിശോധിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതിൽ കൃത്യമായൊരു നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതായത് ആനയെ ജില്ലാ കളക്ടർക്ക് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ കഴിയില്ല, അത് നിയമപരമായി സാധ്യമല്ല എന്ന കാര്യം വയനാട് കളക്ടറെ കോടതി ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് ഈ ആന ശല്യവും മറ്റ് വന്യമൃഗശല്യവും ഒക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ കേരള, തമിഴ്നാട്, കർണാടക സർക്കാരുകൾ, ആ വനം വകുപ്പുകൾ സംയുക്തമായി ഒരു സമിതി രൂപീകരിക്കുക, എന്നിട്ട് ഈ ഇത്തരത്തിൽ വന്യജീവി ശല്യങ്ങൾ തടയുന്നതിന് വേണ്ടി സംയുക്തമായ ചില നീക്കങ്ങളിലേക്ക് പോവുക എന്നതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇത് സംബന്ധിച്ച ഒരു സംയുക്തമായിട്ടുള്ള ഒരു മിഷൻ അല്ലെങ്കിൽ സംയുക്തമായിട്ടുള്ള ഒരു നീക്കം എപ്പോഴേക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ജനങ്ങൾക്ക് ഇതിൽ എത്രയും പെട്ടെന്ന് അവർക്കൊരു പരിഹാരം വേണമെന്നുള്ളതാണല്ലോ അവരുടെ ആവശ്യം. അപ്പോൾ എപ്പോഴേക്കും ഈ മിഷനിലേക്ക് കടക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു സമയം, അങ്ങനെ ഒരു സമയത്തിനെ ചൊല്ലി കാലത്തെ കുറിച്ചൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ? സമയപരിധി കോടതി നിശ്ചയിച്ചിട്ടില്ല. കാരണം ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ നാശനഷ്ടം ഉണ്ടാക്കുന്നു എന്ന അങ്ങനെ ഒരു ഉറപ്പുണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതിന് കാത്തിരിക്കുക. കർണാടക, കേരള വനം വകുപ്പുകൾ സംയുക്തമായി ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുക ഈ ബേലൂർ മഗ്നയെ പിടികൂടാനെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കർണാടക വനം വകുപ്പുമായി ബന്ധപ്പെടും. അവർ തുടർച്ചയായി അതിലുള്ള നീക്കങ്ങളിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. ഇപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളുടെ സംയുക്ത സമിതിയുടെ കാര്യത്തിൽ മിഷൻ ബേലൂർ മഗ്ന അത് ഒരുമിച്ച് കർണാടകയും കേരളവും ചേർന്ന് നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്.